രണ്ടാം ബാർക്കോഴ വിവാദത്തിൽ കോൺഗ്രസിന് തിരിച്ചടി. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പുറത്തിറങ്ങിയ ശബ്ദ സന്ദേശത്തെ ചൊല്ലിയുള്ള അന്വേഷണമാണ് കോൺഗ്രസിന് തിരിച്ചടിയായത്. ശബ്ദ സന്ദേശത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിച്ച് മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുതിയ വഴിത്തിരിവായിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വിവാദ ശബ്ദരേഖ പുറത്തുവന്ന ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്നു അർജുൻ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ഓഫീസിൽ ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശം. തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ വീട്ടിലെത്തി നോട്ടീസ് നൽകാൻ ക്രൈംബ്രാഞ്ച് ശ്രമിച്ചുവെങ്കിലും കൈപ്പറ്റാൻ അർജുൻ കൂട്ടാക്കിയിരുന്നില്ല. നേരിട്ട് കൈപ്പറ്റാത്തതിനാൽ ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത്. അർജുൻ നിലവിൽ ഗ്രൂപ്പ് അഡ്മിനല്ല, എന്നാൽ ഇപ്പോഴും അംഗമാണ്. വിവിധ ബാർ ഉടമകളുടെ മൊഴിയെടുത്തപ്പോഴും വാട്സപ്പ് പരിശോധിച്ചപ്പോഴുമാണ് അർജുൻ ഗ്രൂപ്പ് അംഗമാണ് എന്ന് മനസ്സിലാക്കിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത്. അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യ പിതാവിന് ബാറുണ്ട്. ഇതിന്റെ പേരിലാണ് അർജുൻ ഗ്രൂപ്പ് അംഗവും അഡ്മിനുമായത്. എന്നാൽ തന്റെ പേരിൽ ബാറുകളില്ല എന്നും നടത്തിപ്പില്ല എന്നും പറഞ്ഞാണ് അർജുൻ നോട്ടീസ് കൈപ്പറ്റാൻ വിസമ്മതിച്ചത്. എന്നാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ അർജുൻ തുടരുന്നതിനാലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശബ്ദരേഖ ചോർന്നതിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ശബ്ദരേഖയിൽ പറയുന്ന തരത്തിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടോ എന്നാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. പിരിവ് നടന്നിട്ടുണ്ട് എങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നുവെന്നും പണം എങ്ങോട്ട് പോയെന്നും വിവരങ്ങൾ ശേഖരിക്കാനും നീക്കമുണ്ടായിരുന്നു. ശബ്ദ സന്ദേശം മനഃപൂർവ്വം സൃഷ്ടിച്ച് പുറത്തുവിട്ടതാണോ എന്ന സംശയം ആദ്യമേ ഉയർന്നു വന്നിരുന്നു. അസോസിയേഷന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പണപ്പിരിവുകൾ നടന്നതിനെപ്പറ്റി നേരത്തെ തന്നെ വിജിലൻസിന് പരാതികളും ലഭിച്ചിരുന്നു. എന്നാൽ അതിൽ വിജിലൻസ് അന്വേഷണമൊന്നും ആരംഭിച്ചിരുന്നില്ല. മദ്യനയത്തിലെ ഇളവിനായി ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവ് നടന്നെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് നൽകിയ പരാതിയിൽ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. SP മധുസൂദനന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിച്ചത്. എന്നാൽ അന്ന് പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവായിരുന്നതിനാൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിച്ചത്. സംഭവത്തിൽ പരാതിക്കാരനായ മന്ത്രി വിദേശത്തായതിനാൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ വഴിയോ ആണ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നത്. ബാർ ഉടമകളുടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരുന്നത്. അതേസമയം ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നിയമസഭയിൽ UDF സർക്കാരിന്റെ കാലത്തെ ബാർക്കോഴ ആരോപണത്തിൽ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗങ്ങൾ റോജി M. ജോൺ ഓർമ്മിപ്പിച്ചുകൊണ്ട് സർക്കാരിനെ വിമർശിച്ചിരുന്നു. സർക്കാരിന്റെ മദ്യനയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിക്കൊണ്ട് റോജി M. ജോൺ അവതരിപ്പിച്ച പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും എക്സൈസ് മന്ത്രി MP രാജേഷിനും വിമർശനമുയർന്നിരുന്നത്. സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരായി പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് കരുത്തു പകരുന്ന ജനവിധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് അവകാശപ്പെട്ടുകൊണ്ടായിരുന്നു സഭയിൽ റോജി M. ജോൺ പ്രസംഗം ആരംഭിച്ചത്. 2015 മാർച്ച് 10 സഭയിൽ VS അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം വായിച്ചുകൊണ്ടാണ് റോജി വിഷയത്തിലേക്ക് കടന്നത് തന്നെ. KM മാണിയും ഉമ്മൻചാണ്ടിയും PC ജോർജുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം നന്നായി വായിച്ചു പഠിച്ചിട്ടുള്ളവരല്ലേ? അതിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം ഉദ്ധരിക്കാം: ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണെന്നാണ് പറയുന്നത്. വചനം സത്യമായി അനുഭവപ്പെടുന്ന ഒരു കാലം വരും മിസ്റ്റർ മാണി. കെടാത്ത തീയും ചാകാത്ത പുഴുവും നിറഞ്ഞ നരകത്തിൽ മാണി വീണു പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. കെടാത്ത തീയും ചാകാത്ത പുഴുവും എന്ന VSന്റെ പ്രസംഗത്തിലെ ഭാഗമാണ് റോജി ഉദ്ധരിച്ചത്. എന്നാൽ സർക്കാരിനെതിരെ ഉയർത്തിയ രൂക്ഷ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണോ ശബ്ദ സന്ദേശം എന്ന സംശയത്തിന് പ്രസക്തി വർദ്ധിക്കുകയാണ്.